അമ്മ സംഘടനയും ചേതോമേനോനും തമ്മിലുള്ള പ്രശ്നങ്ങൾ രമ്യതയിൽ പരിഹരിക്കുന്നതിന്റെ ഭാഗമായി നടിയോട് പാലക്കാട് എം.എൽ.എ കൂടിയായ രമേശ് പിഷാരടി സംസാരിച്ചതിന്റെ കോൾ റെക്കോർഡ് വീഡിയോ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അതിൽ കോൾ സമയം അവസാനിക്കുന്നതിന് മുമ്പുള്ള കുറച്ച് മിനിറ്റ് സമയം രമേശ് ശ്വേതയോട് ദയാർത്ഥ്യത്തോടെ സംസാരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട്. ആ സംഭാഷണ ശകലം വൈറലായോടെ രമേശ് പിഷാരടിക്ക് വലിയ രീതിയിൽ വിമർശനവും ലഭിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ വിഷയവുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിൽ ഒരാൾ കുറിച്ച പങ്കാണ് ശ്രദ്ധ നേടുന്നത്. എം.എൽ.എ ആയി മുമ്പായിട്ടുള്ള രമേശ് പിഷാരടിയുടെ സ്കിറ്റുകൾ പോലും സ്ത്രീവിരുദ്ധ ഉള്ളതായി തോന്നിയിട്ടുണ്ടെന്ന് കുറിപ്പിൽ പറയുന്നു. ആ കുറിപ്പ് ഇങ്ങനെയാണ്: രമേശ് പിഷാരടിയുടെ കോമഡി സ്കിറ്റുകൾ പൊതുവെ കാണാറില്ല. മറ്റു പല സ്കിറ്റുകളെ പോലെ തന്നെ സ്ത്രീവിരുദ്ധയും മറ്റും നിറഞ്ഞു നിൽക്കുന്നതാണ് അവയെന്ന് പലതും കണ്ടു തോന്നിയിട്ടുണ്ട്. ആൺകോയ്മ കൂട്ടങ്ങൾക്കെതിരെ വെടിവെട്ടലിലൂടെ ഈ ദ്വയാർത്ഥ പ്രയോഗം വലിയൊരു പ്രശ്നമാണ്. കോമഡി ഷോകൾ മാത്രമല്ല, ഒരു കാലത്ത് മലയാള സിനിമയിലെ കോമഡി സീനുകൾ പോലും ഇത്തരം ദ്വയാർത്ഥങ്ങൾ കൊണ്ട് ചളി സൃഷ്ടിച്ചതാണ്. അന്ന് അതൊക്കെ കണ്ടും കേട്ടും ആർത്തുചിരിച്ച ഒരു ജനതയുടെ നമ്മുടെ നാട്ടിലുള്ളത്. മലയാള ഭാഷയിലെ പല വാക്കുകളും ഇപ്പോഴും അശ്ലീലം കലർന്ന അർത്ഥം കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അവയൊക്കെയുള്ള റൂട്ട് ഇത്തരം സിനിമകളോ കോമഡി ഷോകളോ ഒക്കെ ആയിരിക്കാമെന്ന്. അതിലൊന്ന് പരിപാടി എന്ന വാക്കും. സ്ത്രീകളോട് സംസാരിക്കുമ്പോൾ പുരുഷന്മാർക്ക് മൂടിവെച്ച അശ്ലീലം പറയാനുള്ള ഉപാധികളാണ് അത്തരം വാക്കുകൾ. കുറേ കാലം മുമ്പ് ഇതേപ്പറ്റി ഒരു പോസ്റ്റ് ഞാനിട്ടിരുന്നു. രമേശ് പിഷാരടി ആത്യന്തികമായി ഒരു കൊമേഡിയനും സിനിമാക്കാരനുമാണ്. എം.എൽ.എ ആകാൻ വേണ്ടി മാത്രം രാഷ്ട്രീയക്കാരനായതാണ്. അയാൾ മത്സരിക്കുന്ന സമയത്തും ഇത്തരം ചളി സ്ക്രിപ്റ്റുകൾ ജനങ്ങൾക്ക് മുന്നിലുണ്ടായിരുന്നു. അയാളുടെ ജനപിന്തുണയ്ക്ക് പിന്നിലും ആ സ്കിറ്റുകളും ഡയലോഗും കുറച്ചൊന്ന് പ്രവർത്തിച്ചിട്ടുമുണ്ട്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരിടത്തും അത്തരം സംഭാഷണങ്ങളുടെ പേരിൽ പിഷാരടി ചോദ്യം ചെയ്തത് കണ്ടതുമില്ല. പിഷാരടിയുടെ ഇപ്പോൾ പുറത്തുവന്ന ഓഡിയോ എം.എൽ.എ ആയത് മുൻപുള്ളതാണോ ശേഷമുള്ളതാണെന്ന് വ്യക്തമല്ല. മാത്രമല്ല, എം.എൽ.എ എന്ന നിലയിൽ സിനിമാക്കാരനായ സുഹൃത്ത് എന്ന നിലയിലാണ് പിഷാരടി ശ്വേതയുമായി സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലപ്പുറമുള്ള മാന്യതയൊന്നും പിഷാരടിയുടെ സംസാരത്തിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട. എം.എൽ.എ എന്ന നിലയിൽ ജനങ്ങളോട് സംസാരിക്കുമ്പോൾ അയാൾ എങ്ങനെയാണെന്ന് മാത്രം നോക്കിയാൽ മതി.